നമസ്കാരം. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. വോട്ടെല്ലാം പെട്ടിയിലായിരിക്കുകയാണ്. വിധി മറ്റന്നാൾ ശനിയാഴ്ച അറിയാം. മൂന്ന് മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഏതാണ്ട് 35 ദിവസത്തോളം നീണ്ട പ്രചരണ കോലാഹലങ്ങളാണ് കണ്ടത്. എന്നാൽ ആ ആവേശമൊന്നും വോട്ടെടുപ്പിലേക്ക് പ്രതിഫലിച്ചില്ല എന്ന് വേണം ഈ പോളിംഗ് ശതമാനം കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് നോക്കുമ്പോൾ ഏതാണ്ട് 5% പോളിംഗിലുണ്ടായിരിക്കുന്ന കുറവ്. ഇത്തവണ 70.51% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി തപാൽ വോട്ടുകൾ, വോട്ടെണ്ണൽ ദിനത്തിന്റെ അന്ന് രാവിലെ വരെ തപാൽ വോട്ടുകൾ അയക്കാം. ആ വോട്ട് എണ്ണം കൂടി കണക്കിലെടുക്കുമ്പോൾ നേരിയ ചില വ്യത്യാസം ഉണ്ടാകാമെങ്കിൽ പോലും ഇതിന്റെ 4.5% കുറവ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനാണ് സാധ്യത. ഈ കുറവ് ആർക്ക് ഗുണമാകും, ആർക്ക് തിരിച്ചടിയാകും എന്നാണ് 22-ാം തീയതി വോട്ടെണ്ണുമ്പോൾ അറിയാൻ കഴിയുക. എന്തായാലും ഇപ്പോഴും 3 സ്ഥാനാർത്ഥികളും വിജയം അവകാശപ്പെടുന്നുണ്ട്. ഇന്നലെ വരെ 70,000-ഓളം വോട്ട് പിടിക്കും, 20,000-ഓളം വോട്ടുകൾക്ക് ജയിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്ന LDF സ്ഥാനാർത്ഥി P. സരിൻ ഇന്ന് അതിൽ നിന്നുമൊക്കെ വളരെ പിറകിലോട്ട് വരുന്നുണ്ട്. അദ്ദേഹം യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട്. ഒരു 40,000 വോട്ടുകൾ ഉറപ്പിക്കുന്നുണ്ട് അദ്ദേഹം. LDFന്റെ ഷുവർ വോട്ടുകൾ 40,000 കിട്ടും. അവിടെ നിന്നും ഒരു 50,000-ലേക്ക് എത്താൻ കഴിഞ്ഞാൽ ഏതാണ്ട് 5,000 വോട്ടുകൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ഇന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം തൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട് എന്ന് വേണം ഇതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ. മറുവശത്ത് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ, അദ്ദേഹം തുടക്കം മുതൽ 5 അക്ക ഭൂരിപക്ഷമെന്നാണ് പറഞ്ഞിരുന്നത്. അവസാന ദിവസങ്ങളിലൊക്കെ അത് അദ്ദേഹം തുടർച്ചയായിട്ട് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് വരുമ്പോൾ അതിൽ നിന്നൊക്കെ അദ്ദേഹം പിടിവിടുന്നുണ്ട്. ആ മസിൽ പിടുത്തമൊക്കെ വിട്ടിട്ട് ഒരു 5,000 വോട്ട് എന്നൊക്കെയുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നു. അതിന് അദ്ദേഹം കാരണമായി പറയുന്നത് LDF തങ്ങളുടെ വോട്ടുകൾ പിടിക്കുകയാണെങ്കിൽ ഏതാണ്ട് 40,000 വോട്ടുകൾ വരെ LDF പിടിക്കും. കഴിഞ്ഞ തവണ അവർക്ക് 34,000-ഓളം വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു 5,000-6,000 വോട്ട് അധികം പിടിച്ചാൽ തങ്ങൾക്ക് ജയിക്കാൻ കഴിയും. UDFന്റെ വോട്ടുകളിൽ കാര്യമായ ഇടിവ് ഇത്തവണ ഉണ്ടാകും, ചോർച്ചയുണ്ടാകും. അതൊക്കെ വന്ന് നോക്കുമ്പോൾ തങ്ങൾ ഒരു 5,000 വോട്ടുകൾക്ക് ജയിക്കുമെന്ന് BJP അവകാശപ്പെടുന്നു. 2ാം സ്ഥാനത്ത് ആര് വരുമെന്നത് ഈ UDFന്റെ വോട്ടിൽ ഉണ്ടാകുന്ന ചോർച്ചയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. UDFനെ സംബന്ധിച്ച് അവർ ഇപ്പോഴും തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇന്നലെ രാത്രിയിൽ പോലും സ്ഥാനാർത്ഥി മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം വിജയിക്കുമെന്ന് ഉറപ്പ് പറയുന്നു. അദ്ദേഹം ഒരു ഭൂരിപക്ഷത്തിന്റെ കണക്ക് പറയുന്നില്ലെങ്കിൽ എങ്കിലും മറ്റ് നേതാക്കന്മാർ പറയുന്നത് ഏതാണ്ട് 15,000 വരെ വോട്ടുകൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് ജയിക്കുമെന്ന് ഉറപ്പുണ്ട്. അതൊരു വലിയ തരംഗമായിട്ട് മാറിക്കഴിഞ്ഞാൽ 20,000 വോട്ടുകൾ വരെ ആ ഭൂരിപക്ഷം ഉയരാം. ഒരുപക്ഷെ അങ്ങനെ വന്നാൽ ഒരു ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങാമെന്നും അവർ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ അവകാശവാദങ്ങളാണ്. കാരണം ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് 3 മുന്നണികളുടെയും ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയെ ഒപ്പം തന്നെ പിരായിരി, മാത്തൂർ, കണ്ണാടി എന്നീ 3 പഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ്. നഗരസഭ അത് BJP ഡോമിനന്റ് ആണ്. 52 സീറ്റുള്ള നഗരസഭയിൽ 28 സീറ്റുകളുമായിട്ടാണ് BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്ന കേരളത്തിലെ ഒരു നഗരസഭ കൂടിയാണത്. അവിടെ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ടിൽ അവർ കാര്യമായ മേൽക്കൈ സൃഷ്ടിക്കാറുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 6,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം അവർക്ക് അവരുടെ സ്ഥാനാർത്ഥി E. ശ്രീധരൻ നേടുകയുണ്ടായി. അത് വെച്ച് നോക്കുമ്പോൾ നഗരസഭയിൽ കാര്യമായ ഒരു കുതിച്ചുചാട്ടം BJP പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അവിടെ വോട്ടിങ്ങിൽ ഉണ്ടായിരിക്കുന്ന കുറവ് അത് ആരെ ബാധിക്കുമെന്നതാണ് പ്രധാനം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 75%-ലധികം പോളിംഗ് അവിടെ രേഖപ്പെടുത്തിയെങ്കിൽ ഇത്തവണ അത് വരുമ്പോൾ 71-ലേക്ക് കുറയുന്നുണ്ട്. ഏതാണ്ട് 4%-ഓളം വോട്ട് അവിടെ പോൾ ചെയ്തതിൽ കുറവ് വന്നിട്ടുണ്ട്. ഈ കുറവ് BJPക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം തങ്ങളുടെ മേഖലയിൽ, തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലയിൽ ഇത്രയും ഒരു കുറവ് വന്നത് അവർ തീർച്ചയായിട്ടും അതിൽ കൂടുതലൊരു വോട്ടിംഗ് പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. പഞ്ചായത്തുകളിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു തരത്തിലും 2ാം സ്ഥാനത്ത് പോലും എത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് ഈ നഗരസഭയിൽ പരമാവധി വോട്ടുകളുടെ ഒരു ലീഡ് നേടുക, എന്നിട്ട് മറ്റ് 3 പഞ്ചായത്തുകളിലും UDFന്റെ വോട്ട് വിഹിതം കുറയ്ക്കാൻ സാധിക്കുക, അതാണ് അവരുടെ ഒരു വിജയതന്ത്രം. അതിലൂടെ മാത്രമേ BJPക്ക് പാലക്കാട് ജയിക്കാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇത്തവണ നഗരസഭയിൽ ഉണ്ടായിരിക്കുന്ന കുറവ് അവർക്ക് വലിയൊരു തിരിച്ചടി ആക്കുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6,000-ലധികം വോട്ടുകളുടെ ലീഡ് പാലക്കാട് നഗരസഭയിൽ നേടിയിട്ടുണ്ടെങ്കിലും
2024 ഏതാണ്ട് 7 മാസം മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് വെറും 497 കുറയുന്നുണ്ട്. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ സ്ഥാനാർത്ഥി നിലവിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന C. കൃഷ്ണകുമാർ ആയിരുന്നു. UDFന്റേത് VK ശ്രീകണ്ഠനാണ്. അദ്ദേഹം അവിടെ 497 വോട്ടുകൾക്ക് മാത്രമാണ് പിറകിൽ പോയത്. ഇനി പഞ്ചായത്തുകളിലേക്ക് വരികയാണെങ്കിൽ പിരായിരി അത് കോൺഗ്രസിന്റെ പരമ്പരാഗതമായ ഒരു പഞ്ചായത്താണ്. അവർക്ക് വേറെ സ്വാധീനമുള്ള ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള ഒരു പഞ്ചായത്താണ്. സ്വാഭാവികമായിട്ടും അത് UDFന് അനുകൂലമാകുന്നതാണ്. അവിടെ കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് 4% വോട്ടിങ്ങിൽ ഇത്തവണ കുറവ് വന്നിട്ടുണ്ട്. അത് UDFലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പിന്നീട് കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളാണ്. അവിടെയും ഈ LDFനും UDFനും ഒരുപോലെ മേൽക്കൈയുള്ളതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്തും ചെറിയ വോട്ടുകൾക്കാണ് LDF മുന്നിട്ട് നിന്നത്. ഏതാണ്ട് UDFും LDFും ഇഞ്ചോടിഞ്ചെന്ന നിലയിലാണ് ആ രണ്ട് പഞ്ചായത്തുകളും പോകുന്നത്. അവിടെയും കഴിഞ്ഞ തവണത്തേക്കാൾ കാര്യമായ വോട്ടിൽ കുറവ് വന്നിട്ടുണ്ട്. കണ്ണാടിയിൽ ഏതാണ്ട് 7-8% വോട്ടിങ്ങിന്റെ കുറവാണ് ഇത്തവണ വന്നത്. അതും ഏതൊക്കെ പാർട്ടികളെ ബാധിക്കുമെന്നത് നിർണായകമാണ്. എന്തായാലും UDFനെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം ഈ നഗരസഭയിലും അതേപോലെ തന്നെ 3 പഞ്ചായത്തുകളിലും ഒരേപോലെ സ്വാധീനമുണ്ട് എന്നതാണ്. നഗരസഭയിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു 6000 അല്ലെങ്കിൽ 7000 വോട്ടുകളുടെ ലീഡിലേക്ക് BJPയെ പിടിച്ചു നിർത്തിയാൽ, അവരവിടെ ലീഡ് ചെയ്താൽ പോലും അത്തരം ഒരു വോട്ടിലേക്ക് അവരുടെ ഭൂരിപക്ഷം പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ മറ്റു 3 പഞ്ചായത്തുകളിലെ പ്രകടനത്തിലൂടെ വിജയിക്കാൻ കഴിയുമെന്നവർ കണക്ക് കൂട്ടുന്നുണ്ട്. പിരായിരിയിൽ നല്ലൊരു ലീഡ് അവർ പ്രതീക്ഷിക്കുന്നു ഇത്തവണ. നിലവിലെ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ LDFനെതിരായ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ലീഡ് പിരായിരിയിൽ നേടാൻ കഴിയുകയും മറ്റ് 2 പഞ്ചായത്തുകളിലും കഴിഞ്ഞ തവണത്തേക്കാൾ അല്പം മേൽക്കൈ നേടാൻ സാധിച്ചാൽ ഏതാണ്ട് 10,000-നടുത്ത് വോട്ടുകൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് UDF കണക്ക് കൂട്ടുന്നു. LDF പ്രതീക്ഷിക്കുന്നത്, അവർ വിജയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നത് ഒരു 40,000-ഓളം വോട്ടുകളാണ്. പരമാവധി ആ വോട്ടുകൾ പിടിക്കുക എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് വിജയിക്കാൻ ഏതെങ്കിലും തരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ അവിടെ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം വിജയിക്കണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു സ്ഥാനാർത്ഥി 50,000 വോട്ടുകൾ പിടിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 34,000 വോട്ടുകളാണ് ലഭിച്ചത്. അവിടെ നിന്നും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴും അവരുടെ സ്ഥാനാർത്ഥിയെ വിജയരാഘവന് കാര്യമായ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് 15,000-16,000 വോട്ടുകൾ അധികമായിട്ട് നേടിയാൽ മാത്രമേ ഈ 50,000-ലേക്ക് എത്തൂ. ആ വോട്ടുകൾ എവിടെ നിന്ന് വരും, ഏത് അടിസ്ഥാനത്തിൽ വരണം? അവർക്ക് പ്ലസ് പോയിന്റായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ P. സരൺ സ്ഥാനാർത്ഥിയുടെ ഒരു വ്യക്തി മികവ് മാത്രമാണ്. അതിനപ്പുറം ഒരു സർക്കാരിനെ വിലയിരുത്തിയാലോ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയാലോ ഒരു വോട്ട് പോലും CPMലേക്ക് വരും എന്നവർ കണക്ക് കൂട്ടുന്നില്ല. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ വ്യക്തി മികവിന് മാത്രമായിട്ട് ഈ 15,000-16,000 വോട്ടുകൾ വന്നു ചേരുമോ എന്നത് അവർക്ക് തന്നെ സംശയമുള്ള കാര്യമാണ്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഒരു 40,000 വോട്ട് പിടിക്കാൻ കഴിയുക എന്നതാണ്. അവിടെയാണ് BJP പ്രതീക്ഷ കൈവെക്കുന്നത്. LDF കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു വോട്ടെങ്കിലും അധികം പിടിക്കുകയാണെങ്കിൽ അത് ബാധിക്കുക UDFനെയാണ്. നമുക്കറിയാം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാന റൗണ്ടിൽ ഈ 3 പഞ്ചായത്തുകളും എണ്ണി കഴിയുമ്പോഴാണ് ഷാഫി പറമ്പിൽ 3,859 വോട്ടുകൾക്ക് ജയിക്കുന്നത്. അവിടെ ക്രോസ് വോട്ടിംഗ് നടന്നു എന്നുള്ളത് വ്യക്തമാണ്. LDFിൽ നിന്നും നല്ലൊരു ശതമാനം വോട്ടുകൾ UDFിലേക്ക് പോയിട്ടുണ്ട്. ആ വോട്ടുകളാണ് UDFനെ ജയിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ LDF അവരുടെ രാഷ്ട്രീയ വോട്ടുകൾ പിടിക്കുകയും അധികമായിട്ട് P. സരൺ എന്ന വ്യക്തിയുടെ മികവിൽ കോൺഗ്രസിൽ നിന്നൊക്കെയുള്ള അസംതൃപ്തരുടെ വോട്ടുകൾ സരണിലേക്ക് പോവുകയും ചെയ്താൽ അങ്ങനെയും ഒരു കുറച്ച് വോട്ടുകൾ പോയി ഒരു 40,000-ലേക്ക് ഒരു 5,000-6,000 വോട്ടുകൾ അധികം പിടിച്ചൊരു 40,000-ലേക്ക് എത്തിയാൽ അവിടെ തങ്ങൾക്ക് വിജയിച്ചു കയറാം. ചുരുങ്ങിയ വോട്ടുകൾക്ക് കുറഞ്ഞ ഒരു 2,000-3,000 വോട്ടുകൾക്കെങ്കിലും ഒരു അട്ടിമറി വിജയം നേടാമെന്നതാണ് BJP പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ വിവിധ കണക്കുകൂട്ടലുകളിലാണ് 3 മുന്നണികളും. എന്തായാലും കണക്കുകൾ 3 മുന്നണികളെയും 3 സ്ഥാനാർത്ഥികളുടെയും ചങ്കിടിപ്പ് ഏറ്റുന്നത് തന്നെയാണ്. എങ്കിൽ പോലും കഴിഞ്ഞ കാല കണക്കുകളാണല്ലോ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത്. ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ UDFന് ഇപ്പോഴും അവിടെ ഒരു മേൽക്കൈ ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ ഈ പോളിംഗ് കുറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് UDFന് തിരിച്ചടിയാകും, അത് LDFന് അനുകൂലമാകും എന്നൊക്കെ വലിയ അവകാശവാദങ്ങൾ പലരും ഉന്നയിച്ചിരുന്നു. എന്നാൽ ഫലം വന്നപ്പോൾ UDF വലിയ തോതിലുള്ള ഒരു തരംഗം സൃഷ്ടിക്കുന്നതാണ് കണ്ടത്. അവർ ആറ്റിങ്ങൽ അല്ലെങ്കിൽ മാവേലിക്കര അങ്ങനെ 1-2 മണ്ഡലങ്ങൾ മാത്രമാണ് എന്തെങ്കിലും ഒരു പോരാട്ടം നടന്നതായിട്ട് അവരുടെ ഈ ഭൂരിപക്ഷം കുറഞ്ഞത്. ആറ്റിങ്ങൽ 400-ൽ താഴെയായിരുന്നു. അത് മാവേലിക്കരയിൽ എത്തുമ്പോൾ 10,000-ൽ താഴെയുമാണ്. ബാക്കി അവർ UDF വിജയിച്ച 16 മണ്ഡലങ്ങളിലും 1,00,000-ന് മുകളിലേക്ക് അവരുടെ ഭൂരിപക്ഷം പോയിട്ടുണ്ട്. അല്ലെങ്കിൽ 50,000-ന് മുകളിലേക്ക് അവരുടെ ഭൂരിപക്ഷം ഉണ്ട്.
അതാണ് കണക്കുകൾ നമ്മളെ കാണിച്ചത്. അതുകൊണ്ട് ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഇത് UDF-നെ ഏകപക്ഷീയമായിട്ട് UDF-നെ മാത്രം ബാധിക്കുമെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അവസാന നിമിഷങ്ങളിലെ അടിയൊഴുക്കുകളും രാഷ്ട്രീയ മാറ്റങ്ങളും ഒക്കെ തന്നെ ഏത് തരത്തിൽ ആരെയൊക്കെ ബാധിക്കും എന്നത് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും പൊതുവിലുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഈ നഗരസഭയിലും ഈ 3 പഞ്ചായത്തുകളിലും ഒരേപോലെ സ്വാധീനമുള്ള പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. മറിച്ച് വലിയൊരു അടിയൊഴുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ LDF വലിയ തോതിൽ അവിടെ വോട്ട് മറിച്ചാൽ മാത്രമേ UDF അവിടെ തോൽക്കുകയുള്ളൂ. അങ്ങനെ വന്നാലും LDF-ന് അവിടെ ഒരു ജയസാധ്യത കാണാൻ കഴിയുന്നില്ല. അവിടെ ഈ 2 മുന്നണികൾക്കിടയിൽ BJP ചാടി കയറി വന്ന് ഒരു അട്ടിമറി ജയം നേടുന്നത് നമുക്ക് കാണേണ്ടി വരുമെന്നാണ് മനസ്സിലാകുന്നത്.